തോടിന്റെ സൈഡ് കെട്ടിടിഞ്ഞത് മൂലം വെള്ളം ഗതിമാറി കൃഷിയിടത്തേക്ക് കയറിയതോടെ കൃഷി ചെയ്യാൻ കഴിയാതെ കർഷകർ ദുരിതത്തിലായി. അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ ഐലറ 11-ാം വാർഡിലെ മൂർത്തിക്കാവേലയിലാണ് സംഭവം. കണ്ടത്തിന്റെ സൈഡിലൂടെ ഒഴുകുന്ന ഐലറ മുഴുതാങ്ങ് തോടിന്റെ വശത്തുള്ള കല്ലുകെട്ടുകളാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. ഇതോടെ തോട്ടിലെ വെള്ളം സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയതോടെയാണ് കൃഷി ചെയ്യാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടുന്നത്. സംഭവത്തിൽ പ്രദേശത്തെ കർഷകർ ഏരൂർ പഞ്ചായത്തിലും കൃഷി ഓഫീസിലും പലതവണ പരാതി നൽകിയെങ്കിലും ഇടിഞ്ഞുകിടക്കുന്ന തോടിന്റെ സൈഡ് കെട്ടാൻ നാളിതുവരെ അധികാരികൾ നടപടിയെടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. അടിയന്തരമായി ഇടിഞ്ഞുകിടക്കുന്ന തോടിന്റെ സൈഡ് കെട്ടി തങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. തോട് മുറിഞ്ഞു കിടക്കുന്ന കാരണം 5 വർഷമായി കൃഷി ചെയ്യാൻ നിവർത്തിയില്ല. പഞ്ചായത്തിൽ 2-3 തവണ കരം തീർന്ന കൊടുക്കും, എല്ലാവരും പെറ്റീഷനും കൊടുത്ത്. അവരാരും അനങ്ങുന്നില്ല. 5 കൊല്ലം കൊണ്ട് ഇങ്ങനെ കിടക്കുക മുറിഞ്ഞ്. ഇത്രയും പെട്ടെന്ന് കെട്ടിത്തരണം. ഒരു കൃഷിയും ചെയ്യാക്കുന്നില്ല. നിരന്ന് വെള്ളം പായുക. കൃഷി ചെയ്തതിനെ വെള്ളം എടുത്തുകൊണ്ട് പോയി. തോട് മുറിഞ്ഞു കിടക്കുന്നത് കൊണ്ട് കൃഷി ചെയ്യാൻ വാങ്ങില്ല. വലിയ തോടാണ് മുറിഞ്ഞു കിടക്കുന്നത്. വെള്ളം കയറിയതോടെ ഏലായെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നിൽക്കുന്നവർക്ക് പണിയില്ലാത്ത അവസ്ഥയിലാണ്. വരുന്ന തോട് ഈ വരമ്പ് പൊട്ടി ഇറങ്ങിയതിൻ്റെ പേരിൽ ഈ വയലിൽ കൃഷി ഒന്നും ചെയ്യാൻ നോക്കാത്തത് കാരണം ഇത്രയും വയലുകൾ എല്ലാം പാഴായി കിടക്കുകയാണ്. ഒന്നും ചെയ്യാനൊക്കാത്ത ഒരവസ്ഥയാണ്. ഇതാണ് തോട്. തോട്ടിലൂടെ ഒരു തുള്ളി വെള്ളമില്ല, എല്ലാം ഏലയിലൂടെ ആണ് ഒഴുകി പോകുന്നത്. കാരണം ഈ തോടിൻ്റെ സൈഡിലെ കൽക്കെട്ട് പൊളിഞ്ഞ് വർഷങ്ങളായിട്ടും അത് പുനഃസ്ഥാപിക്കാത്തതിലാണ് കർഷകർ ഇവിടെ ദുരിതത്തിലായിട്ടുള്ളത്. തോടിന്റെ സൈഡ് കെട്ടാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് ഫണ്ട് അനുവദിച്ചെങ്കിലും ഈ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതായും കർഷകർ പറയുന്നു.